ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ കോണ്ടം ഇട്ടാണോ ചെയ്യുന്നത് അതാ വരാറാകുമ്പോൾ ഊരെടുക്കുമോ? ലൈസൻസ് കിട്ടിയോ? ഒരു ഹോട്ട് പിക്ക് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ലൈക്ക് ശ്രദ്ധിച്ചാ മതി, എല്ലാ ഹോട്ട് പിക്സിനും ലൈക്ക് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കിസ്ഡ് ബിഫോർ കമ്മിറ്റഡ്. എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞറിയാ, വീട്ടിൽ വന്നിട്ട് അമ്മ അവിടെ ഇരിക്കണ്, ഞാൻ നിക്കണ്, സഞ്ചരിക്കണ്. അന്നേരം വീട്ടിൽ വന്ന് എന്നോട് പറയുക, എടി നിന്റെ അമ്മ അപ്പനൊക്കെ നാളെ മരിച്ചു പോകും. വേറെ പറയട്ടെ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം, ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയി നിർത്തും. കാരണം ഞാൻ എവിടെയെങ്കിലും ഇവളുണ്ടല്ലോ, നിങ്ങൾ ലിവിങ് ടുഗദർ നടത്തിയിട്ടുണ്ടോ? പെരിങ്കല് സത്യം നിങ്ങൾക്ക് ഈ ക്യാമറയുടെ അപ്പുറത്തിരുന്ന് ഈ കാണുന്ന ആൾക്കാർക്ക് സഞ്ജുവിന്റെ റിയൽ റിലേഷൻഷിപ്പിലുള്ള ക്യാരക്ടർ സത്യം പറഞ്ഞ അറിയത്തില്ല. ഞങ്ങളുടെ ആദ്യത്തെ കപ്പിൾ Q&A ആണ്. ഇന്ന് കുറെ അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറെ തന്നില്ലായി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ അടിപൊളി നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പൊ അധികം സമയം നിങ്ങൾ വേണ്ട, നേരെ ക്വസ്റ്റ്യൻ നമ്പർ 1 പോയേക്കാം. കിടക്കാന്നല്ല, പോയേക്കാം, അല്ലെങ്കിൽ കിടക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, when you first met Sanju, what was your first impression about him? എന്നെ കുറിച്ച് എന്ത് ഇംപ്രഷൻ ആണെന്ന് പറഞ്ഞു കൊടുക്കട്ടെ, പറഞ്ഞു കൊടുക്കും. സത്യം പറയത്തുള്ളൂ. ഞാൻ ആദ്യം മീറ്റ് ചെയ്തത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ആദ്യമായിട്ട് കാണുന്ന ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ഇങ്ങനെയാണ് സഞ്ജു എൻട്രി ചെയ്തത്. പക്ഷെ എൻട്രി ചെയ്ത് വന്നപ്പോ എനിക്ക് അമൂൽ ബേബി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അമൂൽ ബേബിയാ ഗൈസ്, പച്ചക്കള്ള. ഇവളെ കുറച്ചാളും എന്നോട് പറയാം, നിന്റെ ഫസ്റ്റ് വീട്ടിൽ എനിക്ക് എന്നോട് ക്രഷ് ഞാൻ പറയാം. അവൻ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് ഇവൻ 75 ഹാർഡിലായിരുന്നു കേട്ടോ. അപ്പൊ ഇവനോട് ഞാനിങ്ങനെ ദുശീലങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇവൻ അടിക്കത്തില്ല, വലിക്കത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ക്രഷ്. ഈ ഒരു സെഞ്ചുറിയിൽ ഇങ്ങനത്തെ ഒരു ചെറുക്കൻ. അവിടുന്ന് ബിയറൊക്കെ അടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അപ്പൊ എന്നോട് ബിയർ അടിക്കണമെന്ന് ചോദിച്ചു, ഞാൻ അടിക്കത്തില്ലെന്ന് പറഞ്ഞു. അതെ, ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു അടിക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ വലിക്കോ? എന്തോ വലിക്കത്തില്ല. അപ്പൊ ഞാൻ എന്റെ പൊന്നെ അടിപൊളി ഒരു അമൂൽ ബേബി നിന്നെ എനിക്ക് അപ്പൊ തന്നെ അടിക്കാത്ത വലിക്കാത്തവരൊക്കെ അമൂൽ ബേബി ആണെന്നാണ് എന്റെ അർത്ഥം. എന്റെ വിചാരം. അതായത് എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ കേറി വന്നപ്പം ആക്ച്വലി എനിക്ക് കൂടുതൽ ഇങ്ങനെ ക്രഷ് ഒക്കെ തോന്നണമെങ്കിൽ എന്താന്നല്ല എന്റെ ഒപ്പീനിയൻ ആണ്. എനിക്ക് നല്ല ഷോൾഡർ ഒക്കെ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. എനിക്ക് നല്ല ഷോൾഡർ ഒക്കെ വേണം, പിന്നെ കുറച്ച് ചെസ്റ്റ് വേണം. ഗൈസ് നോട്ട് ദ പോയിന്റ്. ഇപ്പോഴത്തെ പോലെ അരിച്ചാക്കല്ലായിരുന്നു എന്റെ ബോഡി. ആ സമയത്ത് 75 ഹാൾ എടുത്തപ്പോൾ നല്ല അടിപൊളി ബോഡിയായിരുന്നു. ആ സമയത്ത് നല്ല രസമായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഭയങ്കരമായിട്ടും കൊള്ളാം, അടിപൊളി, നല്ല ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അടിക്കത്തില്ല, വലിക്കത്തില്ല, അടിപൊളി ചേക്കൻ. ഇവരൊക്കെ എവിടെ നിന്ന് കിട്ടണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അന്നേരം കമ്മിറ്റ് ആണോ? ഞാൻ എന്റെ ഫ്രണ്ടിനോടൊക്കെ പോയി ചോദിച്ചു, അതായത് ആ വീട്ടിൽ നിന്ന ഫ്രണ്ടിന്റെ അടുത്ത് കേട്ടോ, എടാ സഞ്ജു കമ്മിറ്റ് ആണോ? അപ്പൊ എന്നോട് പറഞ്ഞു അല്ല എന്നൊക്കെ. അപ്പൊ ഞാൻ ഓക്കെ. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഡേ അവനായിട്ട് മെറ്റ് ചെയ്ത്. പക്ഷെ ഇതിനു മുമ്പ് നമ്മള് മിണ്ടിട്ടൊക്കെ ഉണ്ടല്ലേ, ജസ്റ്റ് അതിനു മുമ്പ് ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ട് ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവനാണ് എന്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് അടിച്ചത്. എന്റെ ഒരു ഓണം ഫോട്ടോ ഉണ്ട്, ഓണം ഫോട്ടോ ഹോട്ട് പിക്ക് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ലൈക്ക്. ശ്രദ്ധിച്ചാ മതി, എല്ലാ ഹോട്ട് പിക്സിനും ലൈക്ക് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം ലൈക്ക് അടിച്ചപ്പോ ഞാനൊന്ന് നോട്ട് ചെയ്തു, ലൈക്ക് അടിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അടിപൊളിയായിരുന്നു, അപ്പൊ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, അടിപൊളി ബോഡി, അടിപൊളിയല്ലോ, പരിച്ചൊക്കെ പോലെ ഉണ്ട് ബോഡി. എന്നാലും എനിക്ക് ഇഷ്ടം. എന്താ ഉമ്മ ആണോ? പറഞ്ഞിട്ടില്ല, നിലമഴ തന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പോ പ്രപ്പോസൽ ആരാണ് ഫസ്റ്റ് നടത്തിയത്? പെരിങ്കല് സത്യം തലത്തട്ടി സത്യമായിട്ട് പറയണി. ഇവളാണ് എന്നെ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇവള് മോളെ കള്ളം പറഞ്ഞു. ഇവളാണ് പ്രപ്പോസൽ വാലന്റൈൻസ് ഡേക്ക് ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തത് ഞാനാണ്. ഐ അക്സെപ്റ്റഡ്. പക്ഷെ അതിനു മുമ്പ് സഞ്ജുനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനു മുമ്പ്
അതിനു മുമ്പ് ചോദ്യം ഇത്രയുണ്ട്. ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞ ക്രഷ് ആണെന്ന് പറഞ്ഞത് ഞാനാണ്. എനിക്ക് ക്രഷ് അടിച്ചത് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ വളച്ചൊടിക്കോ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആരാ പ്രപ്പോസ് ചെയ്ത സമ്മതിക്കുന്നില്ല സിബിള. അടുത്ത പറഞ്ഞു അതൊക്കെ. അപ്പൊ അടുത്തൊരു റാപ്പിഡ് റൗണ്ട് ചോദിക്കാൻ പോണി ഇവിടെ എന്നോട്. എല്ലാം റാപ്പിഡ് ആയിട്ട് ആൻസർ പറയാൻ പോണിയാണ്. പറ. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിന്റെ ചുണ്ടും കണ്ണും നിന്റെ ചിരി നീ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് കിട്ടി നോട്ട് ദ പോയിന്റ്. ഡയലോഗ് ഇടുന്നുണ്ട് ലൈസൻസ് ഇല്ലാത്തവരൊന്നും ലൈസൻസ് കിട്ടിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാ എനിക്ക് ബീഫ് ഇഷ്ടമാണ്. ബീഫ് ബിരിയാണി പൊറോട്ട ബീഫും ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള കാർ എന്റെ ഫ്രൈഡേ. എനിക്ക് വാങ്ങിച്ച ഇഷ്ടമുള്ള കാർ ഇത് മറ്റേ ജാഗ്വർ. ഞാൻ ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ്. നീ ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റാ ഇതല്ലേ? റിംഗ് അല്ലേ? എനിക്ക് റിംഗ് ഡയമണ്ട് പ്ലാറ്റിനം ആൻഡ് ഗോൾഡ്. ആദ്യമായിട്ട് എന്നെ കൊണ്ട് കറങ്ങാൻ പോയ സ്ഥലം ദൂരത്താണ് ഉദ്ദേശിക്കുന്നത്. അതാ നമ്മൾ അടുത്താണ് ഉദ്ദേശിക്കുന്നത്. നിന്നെ കുറെ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. സിനിമ തിയേറ്റർ. അങ്ങനെ പറ. മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്ത സ്ഥലം ഇതേ. എന്താന്ന് പറയട്ടെ, ഇവളാണ് എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തെന്നുള്ളതിന്റെ ഇത് കാണിക്കോ തിരിച്ച്. ഞാൻ നിന്റെ മുട്ട എന്ന് പ്രപ്പോസ് ചെയ്ത്. അത് എവിടെയായിരുന്നു? അത് എറണാകുളം മറ്റേ ഇവിടെ സ്ഥലത്തിന്റെ പേരെന്ത് വരുന്നത്? പഴയ ഫ്ലാറ്റിന്റെ BTS റോഡിൽ വെച്ചു. നീ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ എന്ന് വെച്ചു. ഇനി എന്നോട് കുറച്ച് റാപ്പിഡ് ചോദ്യങ്ങൾ ചോദിക്കും. ചോദിക്കുന്നില്ല. ഒന്നുമില്ല. നിന്നോട് റാപ്പിഡ്. എന്റെ എന്ത് ഭാഗമാണ് എനിക്ക് ഇഷ്ടം? റിയലി? ഓക്കെ. ഇതെന്തോ എന്റെ റാപ്പിഡ് വിലയില്ലേ ഇവിടെ? എന്റെ റാപ്പിഡിന് വിലയില്ല ഗൈസ്. എനിക്ക് ഇഷ്ടം. സൂര്യനെ പോയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അടുത്ത എന്റെ ഇതിലെ ഏറ്റവും വേഴ്സ്റ്റ് ക്വാളിറ്റി പറഞ്ഞു. എന്തിലുള്ള നാർസിസം പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അത് ഞാൻ പറഞ്ഞു. എനിക്ക് വേഴ്സ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്. ഇവിടെ എന്തിനാണ്? ഞാനൊരു പ്യൂർ നാർസിസ്റ്റ് ഒന്നും അല്ല. ഇൻസ്റ്റാഗ്രാമിൽ ബയോയിലൊക്കെ അങ്ങനെയല്ല. ഞാനൊരു സാധനത്തിൽ വിചാരിച്ചിട്ടുണ്ട് ബയോയില് ബ്ലഡി നാർസിസ്റ്റ് എന്ന്. അങ്ങനെയല്ല. എനിക്ക് ഒരു സാധനം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെന്ന് വേറെ ഞാൻ കേൾക്കത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞാ കറക്റ്റ്, ഞാൻ പറഞ്ഞാ ശരി, ഇങ്ങനത്തെ മൈൻഡ് ആയിരുന്നു. പിന്നെ അത് മാറി കുറച്ച്. താങ്ക്സ് ടു മൈ സ്വത്ത്. ഓക്കെ, അത് സംഭവിക്കാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കമ്പയർ ടു നേരത്തെ എനിക്ക് കുറച്ച് ഫീലിങ്സ് കാര്യങ്ങൾ ഇമോഷൻ ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒന്നും ഒരു കാര്യത്തിനും ഞാൻ പോളൊന്നും അങ്ങനെ ഇപ്പൊ ഇങ്ങനെയല്ല. സ്വത്ത് കുറച്ച് ഫീലിങ്സ് ഒക്കെ കിട്ടി. ഓക്കെ ഗൈസ്, അടുത്ത ചോദ്യം. നിങ്ങളുടെ ലവ് വീട്ടുകാർ അറിഞ്ഞപ്പോൾ നന്നൂസിന്റെ വീട്ടുകാരുള്ള പ്രതികരണം എന്തായിരുന്നു? എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? ഇവളുടെ അമ്മക്ക് ശുദ്ധമായിട്ട് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഇതായിരുന്നു. ഇവൻ എന്താ ചെയ്തെന്നറിയോ? ഞാൻ ഇവന് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞ്, എടി നീ ഒന്നും പേടിക്കണ്ട, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വണ്ടി എടുത്ത് നേരെ എന്റെ വീട്ടിലോട്ട് വന്ന്. അന്നേരം ഞാൻ ഇവന്റെ പപ്പാനെ ഒന്ന് വിളിച്ച് പറഞ്ഞു. പപ്പ അതുകൊണ്ടൊന്നല്ല, വേറൊന്നല്ല. ഇവളുടെ അമ്മ പറഞ്ഞാൽ ഞാൻ ചെറുക്കൻ ശരിയാകത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്തോ എനിക്ക് വന്ന് സംസാരിക്കാം, ഞാൻ വന്ന് സംസാരിക്കാം അവരോട്. ഓക്കെ, ഏത് ബേസിസിലാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മ അവിടെ ഇരിക്കണ്, ഞാൻ നിക്കണ്, സഞ്ചരിക്കണ്. അന്നേരം വീട്ടിൽ വന്ന് എന്നോട് പറയുക, എടി നിന്റെ അമ്മ അപ്പനൊക്കെ നാളെ മരിച്ചു പോകും. ഇപ്പൊ നീ എന്റെ കൂടെ ഇറങ്ങിയോളാം, ഞാൻ നിന്നെ നോക്കി ഇറങ്ങി വരാന്നല്ല, ഞാൻ കാണത്തുള്ളൂ നിന്റെ കൂടെ. അങ്ങനെയൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. എന്നെ ഏതാണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രൊവോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിനൊക്കെ അങ്ങനെ ഉറ ഞാൻ പറഞ്ഞേ സ്വത്തം നീ ഒരു കാര്യം മനസ്സിലാക്കിയ, നിന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകും കേട്ടാ. ഞാനേ കാണുന്നില്ല. അപ്പൊ നമ്മളാണ് ഫ്യൂച്ചറിൽ നിൽക്കാനുള്ളത്. ഞാനൊരു പോസിറ്റീവ് സെൻസിൽ പറഞ്ഞ ഇത്തിരി സർക്കാസ് അടിച്ചാണ്, പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തന്നെ ഓപ്പോസിറ്റ്. അമ്മ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഐ ഹേറ്റ് യു. അപ്പൊ ഞാനെന്താ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു.
എന്തിനാടി എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇഷ്ടമാന്നൊക്കെ പറയണേ? ഇവന്റെ കൂടെ ഒന്നും ജീവിക്കേണ്ടത്. പിന്നെ അങ്ങനെ കുറച്ച് ഞാനോട്ട് ഇത്തിരി കമ്പനി കഴിഞ്ഞപ്പോൾ മമ്മിക്കുള്ള എൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഭയങ്കര ചിൽമൈൻഡ്, ഭയങ്കര കമ്പനിയായിട്ട്. ഇപ്പം ഭയങ്കര അടിപൊളി മമ്മിയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാനും മമ്മിയോട് ഭയങ്കര അടിപൊളിയായിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ. നമുക്ക് ഭയങ്കര ഇവിടെ പോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാ, സൂപ്പറാണ്. ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും, എന്റെ ഫാമിലി ആണെങ്കിലും അവരുടെ ഫാമിലി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ആയി സെറ്റായി മൊത്തത്തിൽ ഞങ്ങളെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ഈ റൂമിൽ വന്ന് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ ലിവിംഗ് ടുഗദർ നടത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഞങ്ങൾ കുറച്ചാൾ മുമ്പ് എറണാകുളത്ത് ഒരുമിച്ചായിരുന്നു ഫ്ലാറ്റിലൊക്കെ. അത് ഇപ്പൊ ആ ഫ്ലാറ്റ് വിട്ടു. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ്, അവളുടെ വീട്ടിലാണ്. ഓക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ സഞ്ജുവിന്റെ വീട്ടിലാണ്. പിമ്പിൾ എങ്ങനെ മാറ്റിയെടുക്കുന്നു പറഞ്ഞു കൊടുക്ക്. ആക്ച്വലി കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കായിരുന്നു കേട്ടോ. എനിക്ക് നല്ല പിമ്പിൾ ആയിരുന്നു ഫേസിൽ. ഞാൻ എന്തെങ്കിലും ഷൂട്ടിന് വല്ല ഫൗണ്ടേഷൻ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പിമ്പിൾ ആയിരുന്നു. അതിനൊരു ക്രീം ഉണ്ട് ഗൈസ്. എന്തൊരു ക്രീമിന്റെ പേര്? ട്രിറ്റിനോയിഡ്. അങ്ങനെ ഒരു ക്രീം ഉണ്ട്. ആ ഒരു ക്രീം യൂസ് ചെയ്തപ്പോ നന്നായിട്ട് പിമ്പിളൊക്കെ മാറി, അടിപൊളിയാണ്. ഇപ്പൊ ഫേസിൽ പിമ്പിൾ ഒന്നുമില്ല, കുറച്ച് മാർക്കുകളൊക്കെ ഉണ്ട്. ഇനി അത് മാറ്റാനായിട്ട് അടുത്ത് കണ്ടുപിടിക്കും. നീ സുന്ദരിയല്ലേ, നിനക്ക് പിമ്പിൾ ഉണ്ടായിരുന്ന പിമ്പിളൊക്കെ റെന്റ് തന്നെ. നിന്റെ മുഖത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കി. ഞാനങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പ്ലാനൊന്നും ചെയ്ത് ജീവിക്കത്തില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവർക്ക് കുറെ പ്ലാൻ ഉണ്ട്, പക്ഷെ ഇവള് പറയത്തില്ല കേട്ടാ. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാൻസ് ഒക്കെ ഒന്നും നടക്കത്തില്ലെന്നാണ് ഇവള് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവള് പറയുന്നില്ല. എന്തായാലും റിച്ച് പിച്ചായിട്ട് വേണം ചാകണ്ടില്ല. അത്രയും എനിക്കൊരു സീറോ ബാലൻസ് ലഗേജ് ആവണം. കാരണം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ചെലവാക്കിയിട്ട് ഞാൻ ചാകത്തുള്ളൂ. കണ്ടക്കില്ലേ? Have you kissed before committed? ഇല്ല. കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നൊക്കെ പറയണതിന് മുമ്പൊന്നും ഞങ്ങൾ കിസ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല. ഓക്കെ, നമ്മള് ആദ്യമായിട്ട് കിസ് ചെയ്തപ്പോഴാ? എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ എങ്ങനെ ഓർക്കാനാ? എന്നാ ഇപ്പൊ കിസ് ചെയ്യാം. ഇത് ഓർത്ത് ചുമ്മാ കിട്ടിയതാട്ടാ. ആക്ച്വലി ഞങ്ങള് കമ്മിറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവള് പ്രപ്പോസ് ചെയ്തതിന് ശേഷം സഞ്ജയ് ഐ ലവ് യു എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ഇങ്ങനെ കാണിക്കുക? എന്താ സഞ്ജു നന്നൂസിന് തന്ന ഫസ്റ്റ് ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ഇടാത്തെ? ഗൈസ്, ഇവൾക്ക് ഞാൻ ഫസ്റ്റ് കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസിന്റെ വീഡിയോ ഇപ്പൊ വരുന്നതാണ്. ഇൻ 3, 2, 1 boom. കാതൽ സടകുടുകുട് കണ്ണി തൊടുതൊട്, കാതൽ സടകുടുകുട് കണ്ണി തൊടുതൊട്, ഹേ അഴകിയ തീയെ என்னை வாழ்த்துகிறாயே, ஒரு ஹைப்பர் டென்ஷன் தலைக்கிறதே, ஒரு தெய்வம் தந்த பூவே, கண்ணில் தேடல் என்ன தாயே, ஓ பார்ப்போலே 16 எனக்கு ஒரு girlfriend வேணும், புல்ல புல்ல உன எங்க பிடிச்ச புல்ல அதை கண்டுபிடிச்ச ஒரு மாலையில வெயில் நேரம் அழகான இலையுதிர் காலம், நியூயார்க் நகரம் உறங்கும் நேரம் தனிமை அடர்ந்தது, தலைக்கப்பட்டி தவள தவள சுகர் பந்தி வைக்கும் அவள மவள அடிச்சு முக்கி போட்ட மயில மயில எனக்காய ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ കോണ്ടം ഇട്ടാണോ ചെയ്യുന്നത് അതാ വരാറാകുമ്പോൾ ഊരെടുക്കുമോന്ന്? എടാ, നീ നിന്റെ തന്തയോട് പോയി ചോദിക്കണം. അച്ഛ എന്നെ ഉണ്ടാക്കിയപ്പോൾ അച്ഛൻ കോണ്ടം ഇട്ടിരുന്നു, അതോ കോണ്ടത്തിന് വല്ല കുഴപ്പമുണ്ടായിരുന്നു, അതുകൊണ്ടാണോ ഞാൻ ഉണ്ടായത് എന്ന് നീ നിന്റെ തന്തയോട് പോയി ആദ്യം ചോദിക്കും. ഓക്കെ? അല്ലാണ്ട് എന്നോടല്ല ചോദിക്കേണ്ടത്. കാരണം നിന്നെയൊക്കെ ഉണ്ടാക്കിയ പുള്ളിക്കാരനെ വേണം. ഓ സോറി ചേട്ടാ, പറയുന്നില്ലേ. സഞ്ജുവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പറയണം. നിങ്ങൾക്ക് ഈ ക്യാമറയുടെ അപ്പുറത്തിരുന്ന് ഈ കാണുന്ന ആൾക്കാർക്ക് സഞ്ജുവിന്റെ റിയൽ റിലേഷൻഷിപ്പിലുള്ള ക്യാരക്ടർ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഈവൻ ഞാൻ വരെ അത് മനസ്സിലാക്കിയത് ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ്. കാരണം ആദ്യമൊന്നും ഫ്രണ്ട്സ് ആയ സമയത്ത് ഒന്നും ആ സ്വഭാവം ഇല്ലായിരുന്നു. പക്ഷെ 6 മാസം
കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ സഞ്ജു കുറച്ചും കൂടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പർ ആണെന്നോ അല്ലെങ്കിൽ ഭയങ്കര വെകിളി പിടിച്ച് നടക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഭയങ്കര അൺറൊമാൻറ്റിക് പേഴ്സൺ ആണെന്നോ. ഞാൻ റൊമാൻറ്റിക് ആണ് അല്ല ഗൈസ്, അൺറൊമാൻറ്റിക് പേഴ്സൺ ആണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആള് കുറച്ചും കൂടി റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കാറുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പൊ തന്നെ എനിക്ക് എല്ലാ അപ്ഡേറ്റ്സും തരും. പിന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. റിലേഷൻഷിപ്പിൽ ആവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കുന്ന ടൈപ്പ് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഫ്രണ്ട്സ് ആയ സമയത്ത് മൊത്തം അങ്ങനെയായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ റിലേഷൻഷിപ്പിൽ സഞ്ജു അടിപൊളിയാണ്. എനിക്കറിയില്ല, നല്ല അടിപൊളി കെയറിങ് ആണ്. സ്പെഷ്യലി നന്നായിട്ട് കെയർ ചെയ്യും. വേറൊരു കാര്യം ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്നത്, എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങിയാലേ അവൻ ഉറങ്ങത്തുള്ളൂ എന്നുള്ളൊരു സാധനം അവര് നിർബന്ധം. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ മാറ്റി വെക്കണം. ഞാൻ പൊതുവെ ലേറ്റ് ആയിട്ടാണ് കേസ് ഉറങ്ങാറുള്ളത്, അതുകൊണ്ടാട്ടോ. അത് സഞ്ജു എന്റെ ഗുഡ് നൈറ്റ് വരാണ്ട് സഞ്ജു ഉറങ്ങത്തില്ല. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കണം, അത് കഴിഞ്ഞാൽ സഞ്ജു ഉറങ്ങത്തുള്ളൂ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറെ കാര്യം പറയട്ടെ, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം, ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയി നിർത്തും. കാരണം ഞാൻ എവിടെയെങ്കിലും ഇവളുണ്ടല്ലോ, ഞാൻ വീട്ടിലെത്തിയെന്ന് പറയാണ്ട് ഇവളെ ഉറങ്ങത്തൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒന്ന് മര്യാദക്കൊന്ന് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കറങ്ങി നടക്കാനാ വരത്തില്ല സത്യം പറഞ്ഞാൽ. ഇവളിങ്ങനെ ക്യാമറ ഒന്ന് കട്ടായി പോയി, ഓവർ ഹീറ്റ് ആയപ്പോ അപ്പൊ ഇവളിങ്ങനെ വന്നാ നേരം ചോദിക്കുമ്പോ നമുക്കൊന്ന് ഫ്രീനെസ് കിട്ടത്തില്ല, ചില്ല് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രിയിലേക്കാണ്. അപ്പൊ രാത്രി പോയി കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഗുഡ് വല്ലപ്പോഴൊക്കെ പാർട്ടിക്ക് ചില്ല് ചെയ്യാനൊക്കെ പോണ കാര്യമായിട്ടാണ് ഞാൻ. പക്ഷെ ഇങ്ങനെ യൂസ് ടു ആയില്ലോ പണ്ട് തൊട്ടെ. അപ്പൊ ഇവന്റെ ഗുഡ് നൈറ്റ് കിട്ടാണ്ട് ഞാനും ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാനും ഇങ്ങനെ നോക്കിയിരിക്കും. രാവിലെ നല്ലല്ലേ, അതുകൊണ്ട് ഇപ്പൊ അങ്ങ് പോകത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇൻ റിലേഷൻഷിപ്പ്? എനിക്ക് ഇവിടെ അടിപൊളിയായിട്ടാണ് എന്നെ നോക്കുന്നത്, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ആൻഡ് കോൺഫിഡന്റ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തി തന്നെയാണ് കേട്ടാ എന്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയത്. അതിൽ ഭയങ്കര സന്തോഷം. റിലേഷൻഷിപ്പ് ആവുമ്പോഴേ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് ആവുമ്പോ ഓക്കെ ഇന്നത് ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്യാം. പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ. ഇവിടെ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അവരിലോട്ട് ആകുമ്പോ എനിക്ക് എന്തോ ഓപ്പൺ അടിച്ച് പറയാം എല്ലാം. നമ്മള് ഒരു ഡിസ്റ്റൻസ് വരത്തില്ല, ഭയങ്കര കണക്ഷൻ. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഈ പ്രാവശ്യം പ്രപ്പോസൽ ചെയ്തപ്പോ ജാഗർ കൊടുത്തതിനെ പറ്റി കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ച് എന്ത് ഗേൾഫ്രണ്ട് ജാഗറൊക്കെ അതുകൊണ്ടാ പറയുന്നത്. സഞ്ജു എന്റെ ഫ്രണ്ടാണ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ നല്ല ഫ്രണ്ടാണ്. അതുകൊണ്ട് നമുക്കിപ്പോ ഇവന്റെ കുറ്റം എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഓടിപ്പോ ഇവന്റെ അടുത്ത് പറയും കേട്ടോ, ഇന്നാളും എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നോട് ആരെങ്കിലും പറഞ്ഞു ഞാനുള്ളൂ. അതന്നെ, അതുകൊണ്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്ന അടിപൊളി റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇഷ്ടം കൂടുമ്പോൾ വിളിക്കുന്ന നെയിംസ് എന്നെ ഞാനിവിടെ സ്വത്തു, ചൊട്ടു, മുത്ത്, പിന്നെന്തൊക്കെ വിളിക്കും? അല്ല, പച്ചക്കള്ള്. ഏറ്റവും ഇഷ്ടം കൂടുമ്പോൾ സഞ്ജുനെ വിളിക്കുന്ന പേര് നിന്നെ. എന്ത് പേര്? കൊഞ്ചിക്കുന്ന പേര്. ചുന്ദരി അല്ലേ? അല്ല, ചുന്ദരിയാണ് കഴിച്ചു. അങ്ങനെ സഞ്ജുന് ഏറ്റവും ഇഷ്ടമുള്ളപ്പോ എന്നെ വിളിക്കുന്ന പേര് ഇപ്പൊ പറ. നിന്നെ എന്നെ ഇഷ്ടം എന്ത്? അതെന്താ മറക്കുന്നത്? ഇവന് ഏറ്റവും ഇഷ്ടം കൂടുന്നത് എപ്പോഴാന്ന് പറയാം, ഇവന് അടിച്ച് സെറ്റ് ആയിട്ടിരിക്കുമ്പോ ആ സമയത്ത് ഇവൻ എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. റെയർ ആട്ടോ അത് കേക്കെ. ചേച്ചി പൊന്നി വിളിച്ചിട്ടില്ല? അത് അടിക്കുമ്പോ മാത്രമേ. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവളുകൂടെ റിലേഷൻഷിപ്പ് ആയതിനു ശേഷം എനിക്കുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്ന് ചോദിക്കണം. അത് ഇവളാണ് പറയേണ്ടത്. സഞ്ജു ഞാൻ പണ്ടേ പൊളിയായിരുന്നു, ഇപ്പോഴും പൊളിയാണ്. അങ്ങനെ സഞ്ജുനുണ്ടല്ലോ റിലേഷൻഷിപ്പ് ആവുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇവനെ ഭയങ്കര സെൽഫ് ബൂസ്റ്റ് ആണ്. അതായത് ഞാൻ വൻ പൊളിയാണ്, എനിക്ക് ഞാൻ പറയണത് മാത്രമാണ് ശരി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ പോയാൽ ഞാൻ ബ്ലഡി കോൺഫിഡന്റ് ആയിരുന്നു, വൻ കോൺഫിഡന്റ് ആയിരുന്നു. ഇപ്പോഴാണ് അങ്ങനെയല്ല, വൻ കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ നമുക്കൊന്നും തർക്കിക്കാൻ പറ്റത്തില്ല, നീ അത് ചെയ്തത് ശരിയായില്ല, നീ അവരോട് ഇച്ചിരിയും കൂടെ ഒന്ന് മാറ്റി പറയണം എന്ന്. അതൊന്നും പിടിക്കത്തില്ല, അതൊന്നും ഇഷ്ടമായിരുന്നു. പക്ഷെ റിലേഷൻഷിപ്പ് ആയിരുന്നു. അതെ, ഓൺലി സെൽഫ് ലവ് ആണ്, വേറെ ആരും ഇഷ്ടമില്ലായിരുന്നല്ലേ? എനിക്ക് അങ്ങനെയല്ല, അൾട്ടിമേറ്റ്ലി അത് സത്യം പറഞ്ഞാൽ നല്ലതാണ്. കൈൻഡ് ഓഫ് വേയിൽ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. എന്നിട്ട് ഇപ്പോഴാ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നെ ഇഷ്ടം. ഇപ്പൊ ഏറ്റവും
അല്ല ശരിക്കും എനിക്ക് ഇവള് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇവള് ഭയങ്കര ജെമ്മാണ്. എന്നെ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ലവ് ചെയ്ത് ഭയങ്കര കെയറിങ് കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് അവള്. ഭയങ്കര എനിക്ക് ഇങ്ങനെയൊന്നും ഭയങ്കരമായിട്ട് പറയാൻ അറിയത്തില്ല. കാര്യമായിട്ട് പറഞ്ഞാൽ സൂപ്പറായിട്ടാണ് എന്നെ ടേക്ക് കെയർ ചെയ്യണത് ഇവള്. അപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ടു ഹാവ് സച്ച് എ ബ്യൂട്ടിഫുൾ ഗേൾ ഫ്രണ്ട് ലൈക്ക് യു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സത്യം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ സ്വന്തം പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോണേ. അപ്പൊ ഗൈസ് ഇങ്ങനെയൊക്കെ ശരിക്കും എനിക്ക് ഇന്ന് തന്നെ പറയണമെന്നുണ്ട്. പക്ഷെ ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എന്തായാലും നമ്മുടെ കല്യാണം നടക്കുന്നില്ല. പക്ഷെ ഈ വർഷം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. ഈ വർഷം ഒന്നെങ്കിൽ മിഡ് അല്ലെങ്കിൽ മറ്റേ ഒരു എൻഡ് ഓഫ് ദി ഇയർ എന്തായാലും കല്യാണം ഉണ്ടാകുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ തന്നെ കെട്ടിയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്റെ വീട് എനിക്ക് പണിയണം. വീട് പണിയതിനു ശേഷമാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൈസയും സാമ്പത്തികമായിട്ട് നമുക്ക് സെറ്റ് ആണ്ട്. റിച്ച് ബിച്ചല്ലേ കുറച്ചും. അത് നമുക്ക് റിച്ച് ബിച്ചാണ്. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഉടനെ ഉണ്ടാകുന്നതാണ്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് നല്ല ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ തരണം. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇനിയും കട്ടൊക്കെ കാണണം. പിന്നെ സ്വത്തിന് നിങ്ങൾക്ക് പേഴ്സണലി എന്റെ ചാനലിൽ എപ്പോഴും വരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? അത് പറഞ്ഞപ്പോഴാ ഞാൻ നിന്റെ ചാനലിൽ വരുമ്പോഴേ എപ്പോഴും ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ആൾക്കാർ പോകാൻ പറ നടക്കത്തില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ എടി അത് വെറുതെ ആൾക്കാർ ഈ ഒരാളുടെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അടിപൊളി പോസിറ്റീവ്നെസ് തരുന്ന സംഭവമാണ് ഈ ചിരി എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ ചിരിക്കുമ്പോൾ ചിരിക്കല്ലോ എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. നീ ചിരിച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ഇട്ട് ഭയങ്കര ചിരിയാണ്, ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അടുത്ത പ്രാവശ്യം വ്ലോഗ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ കമന്റ്സ് ഒക്കെ ഓർത്തിരിക്കും. പക്ഷെ കുറെ പേര് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് പേഴ്സണലി അതൊരു ഉള്ളിൽ നമുക്കൊരു ഫീൽ അടിക്കും. അപ്പൊ അങ്ങനെ മാക്സിമം നിങ്ങൾ അങ്ങനെ പറയാതിരിക്കുക, മറ്റുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക. അവർക്ക് എന്താ അവരത് ചെയ്യട്ടെ അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ എന്തായാലും ചെയ്തേക്കണം. നിന്റെ ക്യാരക്ടർ അത് മാറ്റേണ്ട കാര്യമില്ല. ആർക്ക് വേണ്ടിട്ട് നമ്മളെ ക്യാരക്ടർ ഒരിക്കലും മാറ്റില്ല. ചിരി എന്നുകൊണ്ട് ഞാൻ അടിപൊളിയാണ്. മനുഷ്യർ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആയുസ് ഒക്കെ കൂടും കേട്ടോ. അങ്ങനെ തിയറി എനിക്ക് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തില് ഭയങ്കര ഇടി ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ പോകത്തുള്ളൂ. അതെന്റെ അങ്ങനെയാണ്, എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കപ്പിൾ സ്പെഷ്യൽ Q&A. പിന്നെ ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് കേട്ടോ എന്റെ ലൈഫിൽ. അതേപോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഞാനാ കൂടുതൽ ഹാപ്പി. ഇല്ല ഞാൻ ഞാനിത് വെറുതെ പറയണല്ല. എനിക്കുണ്ടായിട്ടുള്ള കുറെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ എന്റെ ലൈഫിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നന്നായിട്ട് ചിരിക്കുന്നവർക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറയാം. ആസ് യൂഷ്വൽ എനിക്കുണ്ട് കുറെ സങ്കടങ്ങൾ. പക്ഷെ അതിലെല്ലാം ഞാൻ മാറ്റി വെച്ച് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ദേവിത്ത് സഞ്ജയന്റെ കൂടെയാണ്. അടിപൊളിയാണ്, നല്ല ഫ്രണ്ടാണ്, നല്ല രസമാണ്. ഭയങ്കര പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര പിള്ളേരുടെ സ്വഭാവം എന്റെ തന്നെ. ഞാനിങ്ങനെ വെച്ചിട്ടില്ല ഇങ്ങനെ അത് ഭയങ്കര ഫണ്ണി ആയിരുന്നു. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ലൈഫ് ഇങ്ങനെ സമയം പോകണമെന്ന് അറിയത്തില്ല ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ. നമുക്ക് വേറെ പല ടെൻഷൻസും ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ടെൻഷൻസ് ഒക്കെ മാറി നമ്മൾ അടിപൊളിയാകുന്നതാണ്. എന്തായാലും ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. ഐ ലവ് യു. അപ്പൊ ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാക്കി എന്താണ് സ്വത്ത് സബ്സ്ക്രൈബ് സൈഡ് കാണുന്ന ബെല്ലൈക്കൺ എന്നടിച്ചു പൊട്ടിക്കണം. എന്നടിച്ചു പൊട്ടിക്കണം. എന്നാ മാത്രമേ നെക്സ്റ്റ് ടൈം നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. So guys, keep supporting. It's me Sanju and bye bye.